ഹലോ. നീ എവിടെടി കവിത? കുറെ നേരമായില്ല പോന്നിട്ട്. ഞാൻ ദേ വീടിന്റെ അവിടെ എത്തി. അമ്മ ഫോൺ വെച്ചോ. കുടുംബത്തെത്തോളം മനുഷ്യന് സമാധാനം ഉണ്ടാവില്ല. ആദ്യാണ് മുത്തശ്ശിയുടെ ചക്കരയും വാടി. നീ എന്ത് കവിത നടന്നു വന്നേ? നിനക്കൊരോട്ടോ വിളിച്ച് വന്നാൽ മതിയതില്ലേ? സെൻട്രലിലേക്ക് എത്തിയപ്പോൾ തന്നെ ബസ് കിട്ടി. പിന്നെ കുറച്ചെല്ലാം നടക്കണ്ടു. കൊച്ചമ്മ അവിടെ പോയി? അവിടെ ഉണ്ട്. നീ വന്നതറിയാണ്ടല്ല, ഇങ്ങോട്ട് വരാണ്ടാണ്. അതിനാർക്ക് കാണണവള്? എന്താണ് പിന്നെ, അവൻ വിളിക്കാറുണ്ടാ? അവളെന്നും വിളിക്കാറുണ്ട്. എന്നോട് എന്തെങ്കിലും 2 വാക്ക് പറയും, പിന്നെ 1 മണിക്കൂർ അവളായിട്ട് കഥ പറച്ചില്ല. അവൻ നമ്മളീന്നൊക്കെ അകന്നു പോയമ്മ. അപ്പം നിന്നെ വിളിക്കാറില്ല അവൻ? വല്ലപ്പോഴും പേരിനൊന്ന് വിളിക്കും. ഈ സാധനത്തിന് എന്ന് കുടുംബത്തിൽ കയറ്റി അന്ന് നശി കുടുംബം. ഞാനെന്ന് പറഞ്ഞാൽ മരിക്കണ ചെക്കനായിരുന്നു. ഇവിടെ കൊണ്ടുവന്നോടുകൂടി എല്ലാം ഇല്ലാണ്ടായി. അതിനെങ്ങനാണ്? അവളെ വീട്ടുകാരും കൂടി എൻ്റെ മോനെ കൈവശം കൊടുത്ത് മനസ്സ് മാറ്റിയില്ലേ? ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യമ്മ? അവൻ നമ്മളെ കയ്യിൽ നിന്ന് പോയില്ലേ? ആ ചേച്ചി ഇപ്പൊ ഒന്ന് കുഞ്ഞാവേ ഇങ്ങോട്ട് വാ. ഞാനറിയില്ലേട്ടാ നിങ്ങൾ വന്നത്. അല്ലെങ്കിൽ നിനക്കും നിന്റെ കിട്ടിയതിനിപ്പം ഞങ്ങളൊന്നും അറിയില്ലല്ലോ. അതെന്ത് ചേച്ചി? പ്രവിച്ചേട്ടൻ വിളിക്കാറില്ലേ? എന്നോട് വിളിക്കാറുണ്ടെന്നുള്ള പറഞ്ഞ്. ആ, വല്ല കാലത്തും വിളിക്കും, ജീവിച്ചിരിപ്പുണ്ടോയെന്നറിയാൻ. വാ മോളെ, ഡ്രസ്സ് മാറ്റി തരാം. ഇനി നിന്നോട് പ്രത്യേകം പറയണോ അവൾക്ക് ചായ കൊടുക്കാൻ? എനിക്ക് ചായ ഒന്നും എടുക്കണ്ട, എൻ്റെ മോൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. ചേച്ചി, ഉണ്ണിക്ക് പാൽ കൊടുക്കട്ടെ? പാലാ? എവിടെന്നത്? ഞാൻ രാത്രി കുടിക്കാൻ വാങ്ങണതാ, ഉണ്ണിക്ക് കൊടുക്കാം. അയ്യോ വേണ്ട വേണ്ടേ, അത് നീ കുടിച്ചോ, വേറെ എന്തെങ്കിലും കൊടുത്താൽ മതി. വാ മോളെ. ഇവളിപ്പോൾ പാലേ കുടിക്കൂ. ഒരു തലറക്കം വന്നു എന്നാ പറയണേ. ഡോക്ടറെ കണ്ടപ്പോൾ പാല് കുടിക്കാൻ പറഞ്ഞത്രേ. അമ്മയ്ക്ക് പ്രാന്ത? അവളമ്മോട് അങ്ങനെ പറയണതല്ലേ? എനിക്കറിയില്ല, എന്നോട് പറയണതല്ല എനിക്കറിയൂ. അവൾക്ക് പാല് കുടിക്കണം, അമ്മയ്ക്ക് തരാനും പാടില്ല. അതിനുണ്ടാക്കിയ കഥയാണ് ഈ തലർക്കം. അവളുടെ പാലുടി ഞാൻ ഇന്ന് ശരിയാക്കി തരാം. എന്താണ് അവിടുത്തെ വിശേഷം? എങ്ങനെയുണ്ടപ്പ? എന്ത് വിശേഷം? എൻ്റെ അടുത്ത് അവരുടെ ഒരു വേഷം കെട്ടും നടക്കൂല. ഞാനിവിടേക്ക് പോന്നപ്പോൾ ചിലപ്പോൾ അവിടെ മോളെത്തിയിട്ടുണ്ടാവും. അപ്പം നീയുള്ളപ്പോൾ അവള് വരൂലേ? വരും, നിൽക്കാറില്ല, വേഗം പോവും. ഞാൻ നിർത്തേയില്ല. എൻ്റെ കെട്ടിയവൻ പണിയെടുത്തത് മുഴുവൻ തിന്നീർക്കാൻ അമ്മയും മക്കളും വരണത്. കുഞ്ഞാവന്തിയെ പടിഞ്ഞാറല്ലേ പിള്ളേരാണ്ടപ്പം അങ്ങോട്ട് പോയി. എന്താണിനി ഇവർക്ക് രാത്രിക്കൽക്ക്? ചപ്പാത്തി മതി ചേച്ചി. എന്താ കറി? മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. മുട്ട റോസ്റ്റാ? എനിക്ക് വേണ്ട. നീ ആരെങ്കിലും വിട്ട് 2 ഇറച്ചിക്കറി മേടിപ്പിക്ക്. മുട്ട റോസ്റ്റാണോ കൊടുക്കണേ? ആ ശരി അമ്മേ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ പിള്ളേരെ കൊണ്ട് മേടിപ്പിച്ചോണ്ട്. ചേച്ചി അപ്പം ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാട്ടാ. ഞങ്ങ വന്നത് അവൾക്ക് അത്ര പിടിച്ചിട്ടില്ല. അവൾക്ക് പിടിക്കണ്ട, നിനക്ക് കൂടി അവകാശപ്പെട്ട വീടാണിത്. നിനക്ക് എപ്പോൾ വേണേലും ഇവിടെ വരാം. അല്ല പിന്നെ, അവൾക്ക് പറ്റില്ല അവള് പൊക്കോട്ടെ.
ഇവിടെ പാലുടിയെന്ന് ശരിയാക്കി തരാം. ശരിയാക്കി തരാം. ഇവളെ കൂളി കഴിഞ്ഞില്ലേ? No, 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 no. Wait, 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 wait. Wait, 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 wait. അവളങ്ങനെ ഇപ്പം എന്നെ പറ്റിച്ച് പാല് കുടിക്കണ്ട. എന്താവോ വയറിനൊരു വേദന. എന്തു പറ്റി? ഞാനിപ്പോൾ വരാട്ടാ. ഇതെന്ത് പറ്റി? ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അറിയില്ല മോളെ, അവളെന്നെ പറ്റിച്ച് പാല് കുടിക്കണ്ടെന്ന് കരുതി അതെടുത്ത് ഞാൻ കുടിച്ചതാ. അപ്പം തുടങ്ങിയതാ. ചതിച്ചമ്മേ. അതിൽ ഞാൻ വയറിളകാൻ അവൾക്ക് പൊടി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചതിച്ചെന്നോടി മൂദേവി. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടല്ല.